ഹലോ മോളെ മാമ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് പറ്റി? മാമ ലെഗസീനെ TDMന്റെ ഫ്രണ്ടിലിട്ട് രണ്ടുപേര് കത്തിക്കുന്നുണ്ടായിരുന്നേ. ആരാന്നറിയോ? ഒരു പർപ്പിൾ കളറ് ഇതാണ് ഇട്ടേക്കുന്നത്. ആ ഓക്കെ. ഞാൻ പോയി അടുത്ത് എടാ എല്ലാരും ഒന്ന് ടീടത്തിന് എടുത്തിട്ട് പോയേ. ലെഗസി ആരുണ്ട് കത്തിക്കുന്നെന്ന് പറയുന്നു. നമ്മൾ അടുത്ത് വന്നപ്പോഴത്തേനും അവരെടുത്തോണ്ട് ടീടത്തിന്റെ ഫ്രണ്ടിലിട്ട് കക്കാശി ആരാണ്ട് പർപ്പിൾ ഡ്രസ് ഇട്ട് ഒരു കത്തിക്കുന്നെന്ന്. ഒന്ന് പെട്ടെന്ന് തന്നെ അവിടെ മോളെ എവിടെ ആയിട്ടാടി ജനി? ഫ്രണ്ടിലായിട്ട് എന്നിട്ട് ആ ഒരു ഇറക്കുണ്ട്, അങ്ങോട്ടേക്ക് എടുത്തിട്ട് ഓടി. ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം നോക്കിയിരുന്നപ്പോ. ആ ഓക്കെ. എടാ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് വരുവോ ജനി? ഞാൻ അങ്ങോട്ട് വരാം, നീ എവിടെ തന്നെ നിൽക്കും, ഞാൻ വരുന്നത്. മക്കളെ ഒരു ചെറിയ സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ പോയിട്ട് ഞാൻ വിളിക്കാവേ. ഹലോ മാമ ആഷിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടേ മാമനെ. ആണോ? ഞാൻ ഇതിന്റെ ഫ്രണ്ട് നിപ്പുണ്ട്, ഞാൻ ഫ്രണ്ട് നിപ്പുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമോ? ഒന്ന് നോക്കിയേക്കവാ, ഇവിടെ കൊറേ ആൾക്കാർ നിക്കുന്നതാ. കിച്ചൂസ്. ഹലോ 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 ജോണിയോ, അവിടെ പാർക്കിംഗ് സൈഡിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോ ഒരു ഫുൾ ടോക്കിയോന്റെ ഡ്രസ് നേരെ TDM ഇങ്ങോട്ടേക്ക് ഡ്രസ് ആണോ? ഈ സൈക്കോ ജോണി ആരാ? ഞാനാണ്. എടാ കക്കാശി മറ്റേ കേവിയുടെ മറ്റേ എടാ കേവിയുടെ മറ്റേ ഇൻ ഗെയിം ഗ്രൂപ്പിന്റെ അകത്തെ ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ സാധനം സൂം ചെയ്യാൻ പറ്റത്തില്ലല്ലേ? പുറത്തിട്ടാ സൂം ചെയ്യാം. ഏതാ മറ്റേതോ? ടോക്കിയോ ഗ്യാങ് ഡ്രസ് ആണോ? എടാ ഈ ചങ്ങായിയാണ് മറ്റേ എടാ വില്ലിന്റെ ഡിസ്കണക്ട് ആയിട്ടുണ്ടല്ലോ, എന്താ പറ്റി? റേഡിയോ ഒന്നും ആയല്ലോ. വില്ലി ഇതാ നിക്കുന്നു. ഈ സെയിം ചങ്ങായിയാണ്. നീ എന്തിനാ ഡിസ്കണക്ട് ആയതാ? ടോക്കിയോ എന്നാ പിന്നെ ഞാൻ വിളിക്കട്ടെ അവരെ. വിളിച്ചോ. അമ്മൂസേ, മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമേ ഞങ്ങളെ ആരെങ്കിലും കൊന്നു കത്തിച്ചായിരുന്നു ഒന്ന് റേഡിയോ ചോദിക്കോ? മറ്റേ സിയക്കുട്ടിയോ അങ്ങനെ ആരെങ്കിലും? ഇവിടെ TDMത്തിന്റെ ഫ്രണ്ട് വെച്ച് നമ്മുടെ ലെഗസി ഇല്ലേ? ലെഗസി ഒരു മിനിറ്റ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണെന്ന് തോന്നുന്നു വിളിക്കുന്ന. ഒരു സെക്കൻഡ്. ഹലോ ഇത് ടോക്കിയിലുള്ള ആരല്ലോ? അതെ എടാ ഈ സിയക്കുട്ടിയും പിന്നെ നിങ്ങളുടെ കൂടെ ഉള്ള ഡ്രസ് ഇട്ട് ആരോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നു കത്തിച്ചായിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പേ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ സിയക്കുട്ടിയോടും പിന്നെ ബാക്കിയുള്ളവരോടൊന്ന് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും നടന്നോന്ന്. അവൻ എന്നോട് ചോദിക്കുന്നു എന്തിനാ കത്തിച്ചോന്ന് ചോദിച്ചേ. അതാ ഇവക്ക് അറിയത്തില്ല, ഇവിടെ പറഞ്ഞോ? ഇല്ല വിളിച്ചവനല്ല. എന്നിട്ട് അവര് പറയും G13 ഒരു സിറ്റുവേഷൻ ആകുന്നു. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡേ. എടാ അങ്ങോട്ട് വാടാ കശി ഒന്ന്. നിഞ്ച വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നു. ഹലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സിയക്കുട്ടിയും പിന്നെ ഒരു ലാരിയും വണ്ടിക്ക് ഫയർ ചെയ്തേ. വണ്ടിക്കല്ലല്ലോ ബ്രോ ഫയർ ചെയ്യുന്നേ, കത്തിക്കുന്നതിന്റെ ആണല്ലോ ഫോട്ടോ തന്നേക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ? ഹലോ പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ആരെ കൊന്നാ? ലാരയാണോ കൊന്നേ? നിന്റെ കൂട്ടത്തിലുള്ള ഒരാള് ഒന്നല്ല 2 പേര് ചേർന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു കത്തിച്ചു. TDMന്റെ ഫ്രണ്ടിൽ അവൻ മറ്റെന്തോ TDM കയറാൻ നിൽക്കുന്ന നേരത്ത് അറിയാതെ ഇടിച്ചെന്നും പറഞ്ഞിട്ട് അവനെ കുറെ ഇടിച്ച് ലാസ്റ്റ് 1 HP ആക്കി. ലാസ്റ്റ് ഫയറിംഗ് ആയി, ഒരാളെ കൊന്നായിരുന്നു. ഇതാണ് സിറ്റുവേഷൻ. ബ്രോ ഞാൻ TDM കേറാൻ വേണ്ടി ഞാൻ ഒരു ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കണേക്കും മറ്റേ ഇതായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇടിച്ചോണ്ട് നിൽക്കുക.
നീ എത്ര പ്രാവശ്യം ഇടിച്ചെന്നും കൂടി പറഞ്ഞടാ മോനെ. ബ്രോ ഞാൻ പറയട്ടെ, ഞാൻ ഒരു എടാ നീ എത്ര പ്രാവശ്യം ഇടിച്ചെന്നും കൂടി പറയണോട്ടാ. നീ മൊത്തം പറയണം, പറയുമ്പോ നീ മൊത്തം പറയണം, അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? അവിടെ ഈ ഇടിക്കുമ്പോ ഇടിക്കും, മനസ്സിലായോ? എടാ ഈ അടിക്ക് പിടിക്കുന്ന പറഞ്ഞാൽ 3 പ്രാവശ്യം ഇടിച്ചാ പിന്നെ ആവശ്യമൊന്നുമില്ല. എടാ മോനെ 3 പ്രാവശ്യം ഇടിച്ചില്ലേ നീ? ഒരു പ്രാവശ്യം ഇടിച്ച് ഞാൻ വിട്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഇടിച്ചപ്പോ പിന്നെയും വിട്ട്, മൂന്നാമത്തെ പ്രാവശ്യം ഇടിച്ചപ്പോഴല്ല ഞാൻ തിരിച്ചടിച്ചത്. അങ്ങനെയാണ് ബ്രോ. എടാ എന്നാ പിന്നെ മാറി ആളില്ലാത്ത സമയത്തൊന്ന് ടി ഡി ഒക്കെ ഇറങ്ങി ആൾക്കാരെ മേത്തിടിക്കാനാണെങ്കിൽ നീ നേരാവണ്ണം നടക്കത്തില്ല. എടാ ഇപ്പൊ സോറി പറഞ്ഞ എടാ സോറി എപ്പോ എടാ സോറി പറഞ്ഞെങ്കിൽ എന്തിനാടാ കൊന്ന് കത്തിക്കുന്നത്? എന്തിനാടാ സോറി പറഞ്ഞെങ്കിൽ എന്തിനാ നീ കൊന്ന് കത്തിക്കുന്നത്? എന്തിനാ? ബ്രോ എന്നെ ഇടിച്ച് എടാ നിന്നെ ഇടിച്ച് എടാ വെയിറ്റ്, നിന്നെ ഇടിച്ചാ ഞാൻ നിന്നെ ഇടിച്ച് സമ്മതിച്ച്, നീ എന്നെ ഇടിച്ചിട്ടല്ലേ നിന്നെ ഇടിച്ചത്? എടാ ഞാൻ പറയണേക്ക്, ഞാൻ നിന്നെ ഇടിച്ചിട്ട് നീ എന്നെ ഇടിച്ചിട്ടാണ് ഞാൻ നിന്നെ തിരിച്ചിടിച്ചത്. അതല്ലേ ഞാൻ നിന്നെ തിരിച്ചിടിച്ചത്. 3 സോറി പറഞ്ഞില്ലേ? എപ്പൊ നീ പറഞ്ഞു? നീ പറഞ്ഞൊന്നുമില്ലടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, അവൻ സോറി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബ്രോ മറ്റേ അവൻ ഇടിച്ചോണ്ടിരുന്നത്. എടാ 3 പ്രാവശ്യം ഇടിച്ചിട്ട് സോറി പറഞ്ഞ എപ്പോഴാ സോറി പറഞ്ഞെന്ന് പോയി ഞാൻ കേട്ടില്ല. ഞാൻ 3 പ്രാവശ്യം ഇടിച്ച് ഞാൻ തിരിച്ചിടിച്ച്, അതിനുശേഷം നീ അടിക്കണേണ്ടാ പുറകിൽ. അവൻ അറിഞ്ഞില്ല ഒന്നാമത്തെ കാര്യം, മനസ്സിലായോ? എന്ത് അടിച്ചതല്ലെന്നാ പിന്നെ എന്താവും ചെയ്തത്? അതാ പറഞ്ഞേ, അവിടെ ഇവിടെ മറ്റേ ടിഡിഎമ്മി കയറുമ്പോ ഇടി മറ്റേ ആവണ, അല്ലാതെ അറിഞ്ഞോണ്ടാ ഇടിച്ചല്ലെന്നാ പറഞ്ഞല്ലോ അവൻ. എടാ അവൻ 1 പ്രാവശ്യം ഇടിച്ച ഞാൻ പോട്ടേന്ന് വെക്കാം, 3 പ്രാവശ്യം അവൻ ഇടിച്ച്. അതല്ലേ പറയണേ, അത് TDM ഓൾറെഡി 30 പേരായിട്ട് ഫുള്ളായിരുന്നു. അപ്പൊ ഞാൻ ഓരോ വട്ടം കേറാൻ നോക്കില്ലേ. ഓക്കെ സമയം നീ എന്നെ അടിച്ചെന്നിനാ? ഞാൻ തിരിച്ചിടിച്ചു, അവിടെ കഴിഞ്ഞില്ല. പിന്നെ നീ അടിച്ചെന്നിനാ? ഞാൻ കണ്ടെടുത്തു, ഞാൻ കണ്ണൂര് എടുത്തില്ലല്ലോ. പിന്നെ നീ ബ്രോ കൊന്നാനെ, മനസ്സിലായോ? ആര് ഞാൻ കൊന്നു? ഞാൻ കണ്ടേടാ, ഞാൻ കണ്ണൂര് എടുത്തില്ലടാ, ഞാൻ കണ്ണൂര് എടുത്തില്ല. പിന്നെ എന്തിനാ? 1 HP. എടാ നീ എടാ ഞാനാകെ 4-5 ഇടി അടിച്ചുള്ളൂ നിന്നെ സ്പാം ചെയ്തിട്ട്. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിന് പോയി, നീ പിന്നെ ഒന്ന് അടിച്ചിട്ട് അവിടെ കിടക്കി. എന്താണ് ഇപ്പൊ അവൻ അടിച്ചാണോ? ഇപ്പൊ അടിച്ചതല്ല, അവന് തന്നെ അവന് നേരാമണം നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ അപ്പൊ അവിടെ കിടക്കുക, റെസ്റ്റ് എടുക്കുക, കിടന്നോണ്ട് സംസാരിക്കുക. നമുക്കെല്ലാം തീരുമാനാക്കാം ബ്രോ. നമുക്ക് ഇവനെ എടുത്തോണ്ട് വേറെ പോയി റെസ്റ്റ് എടുത്താലോ? മൂന്നാമത് നീ എന്നെ ഇടിച്ചപ്പോഴാണ് ഞാൻ തിരിച്ച് മിണ്ടി നിന്നെ ഇടിച്ചത്. ഞാൻ ആരെ ഇടിച്ചെന്ന് എനിക്ക് കാണില്ല, അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാരോടും കടന്ന് ചാടി സോറി പറയുന്നു. ഓക്കെ അതിന്റെ അടുത്ത് വേറൊരു സിഗരറ്റ് ഓക്കെ സമ്മതിച്ചു. ഓക്കെ നീ എന്തിനാ കൊന്ന് കത്തിച്ചെന്തിനാ? നീ 1 HP ആയി. ഓക്കെ നിനക്ക് എന്താ കത്തിക്കേണ്ട ആവശ്യം എന്താ? നിനക്ക് കത്തിക്കേണ്ട ആവശ്യം എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ നീ ഇടിച്ചു വന്ന് ഇങ്ങനെ കാണുന്നവരെല്ലാം മരുന്ന് പിടിച്ചിട്ട് കത്തിക്കോ? സിറ്റിയുള്ള എല്ലാ മരുന്ന് ഇടിച്ചിട്ട് കത്തിക്കോ? നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ മറ്റേ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് കത്തിച്ചത്. അത് ഫോട്ടോ സഹിതം ഉണ്ട് നിന്റെ. കത്തിച്ചെടുക്കണേ പിന്നെ ഇനി കൊല്ലല്ലേ? ഇല്ല ജോണി കത്തി ഒരു മിനിറ്റ് മാറി കയറി, ബാക്കിയുള്ളവരെല്ലാം മാറടാ, മാറിട്ട് വെച്ചത്. അതങ്ങ് മേടിച്ചോ, ചത്ത കിടന്നിട്ട് എടുക്കല്ലോ, അല്ലാതെ മേടിക്കാം. അത് എക്സിറ്റ് അടിച്ചോ? അത് ചാടിയപ്പോ എക്സിറ്റ് അടിച്ചോടാ? മധുര ചാടിയായിരുന്നു. ഇപ്പം ഇപ്പം ഗണ്ണേമിലല്ലേ പോളെ, വണ്ടിയേക്കാരൻ പറഞ്ഞു. എടാ രാജപ്പൊന്ന് ഗെയിം ചെയ്തടാ. വണ്ടി കയറിക്കേ. എടാ ആ ഗ്യാങ് വണ്ടി സേവ് ചെയ്യണേ, ആ ഗ്യാങ് വണ്ടി സേവ് ചെയ്യണേ. അത് ലിവർ ഇല്ലാത്തല്ലേ? ഗണ്ണേമിലല്ലേ കേറേ അകത്തോട്ട്. ഇവിടെ ഹോസ്റ്റേജ് എടുക്കുമ്പോ അവര് കണ്ണു നോക്കി ഞാൻ കണ്ട വണ്ടിയും കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനോർത്ത് ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും, അതുകൊണ്ടാണ്. ശരിക്കും കൊച്ചായിരുന്നു. ഐ മീൻ അതായത് ഞാൻ വന്നപ്പേക്ക് അവനെ കൊന്ന്.
ആ കൊന്ന് അപ്പൊ കത്തിക്കേണ്ട ആവശ്യം അവിടെ ചോദിക്കായിരുന്നില്ല, കത്തിക്കേണ്ട ആവശ്യം എന്താ, അതിനു വേണ്ടി സിറ്റുവേഷൻ ആയോന്ന് ചോദിക്കായിരുന്നു, സിറ്റുവേഷൻ അതെ ചോദിക്കായിരുന്നു. കുട്ടീനെ കണ്ടിട്ട് നല്ല ഒരു സ്ത്രീകളോട് ഞാൻ മോശമായിട്ട് സംസാരിക്കത്തില്ല. എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിലും അതിന്റേതായ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. നേരത്തെ തന്നെ കണ്ടില്ലേ ഒരാളെ കൊന്ന് കത്തിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അവനോട് ചോദിക്കും എന്തിനാണ് കൊന്ന് കത്തിക്കുന്നത്. അതായത് ചുമ്മാ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ കത്തിക്കുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല, ഞാൻ പറയട്ടെ. അതായത് ഇവ വരുമ്പോ ഇവന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്ത് സിറ്റുവേഷൻ ആയിരിക്കും ഞാൻ കാണുമ്പോ കത്തിക്കാൻ അത് മാലിക്കിനെ കൊണ്ടുവന്നോ? ആ 10, 12, 13 ഞാനതിൽ ചാറ്റ് നോക്കുന്നേ ഓൾറെഡി ചോദിച്ചതാണ്. അപ്പൊ ഇവ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ അടുത്ത് എന്തോ സിറ്റുവേഷൻ ആയി. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഇവൻ ഇത് എന്താന്ന് മീൻസ് എന്തായാലും നോക്കിക്കോളാം അങ്ങനെ ഒരു പറഞ്ഞിട്ടാവൻ പോയത്. ഇപ്പൊ എനിക്ക് എന്താണ് സിറ്റുവേഷൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ക്യാൻ എടുക്കുന്നത്. സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായി അവന്, അത് സിറ്റുവേഷൻ പറഞ്ഞ എന്തോ ടീഡിയത്തിൽ ബഗ്ഗായ എന്തോ സംഭവം പറഞ്ഞു. അങ്ങനെ തട്ടിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ, നമ്മളെന്തെങ്കിലും ആവശ്യം കാര്യമുണ്ടെങ്കിലും പറഞ്ഞിട്ട് കൊന്ന് കത്തിക്കാവൂ. സീയുടെ അഭിപ്രായം എന്താ? ആ കൊന്ന് കത്തിച്ചത് നല്ല കാര്യല്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ന്യായീകരിക്കുന്നില്ല ഇവിടെ കിടന്ന്. ഇല്ല ബ്രോ, അതായത് ഇപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും അസറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ തരാം. അവന്റെ ഗ്യാങ് ഫണ്ട് മൊത്തം കൊടുക്കും. എന്റെ 23 ലക്ഷം രൂപ, എന്റെ 23 ലക്ഷം രൂപ വൈറ്റ് ഉണ്ടായി. പിന്നെ ഒരു പിസ്റ്റൽ ഉണ്ടായി, പിന്നെ ഒരു പിസ്റ്റൽ ഉണ്ടായി, പിന്നെ AR-ന്റെ ഒരു 500 ബുള്ളറ്റ് ഉണ്ടായി. അങ്ങനെ ഒരു കുട്ടിയോട് അങ്ങനെ ഫാൽക്കണെ ഇവിടെ പിടിച്ചു നിർത്തണം. സോറി കേവ് കൂടി ഇടാൻ പറയണോ? വേണമെങ്കിൽ പൊക്കോട്ടെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ലെഗസി. കൊച്ചിന്റെ സംസാരത്തില് ആ കുട്ടി പറഞ്ഞില്ലേ ഏറ്റു മറ്റേവൻ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞില്ല, അത് കഴിഞ്ഞ് കൊന്നു കഴിഞ്ഞിട്ടാണ് ആണോ? ഓക്കെ, അങ്ങനെ നോക്കണ്ട ജോണിയമ്മ. ഇപ്പൊ അവിടെ ഹോസ്റ്റേജ് ആയി നിക്കണോണ്ട് ഇപ്പൊ ഒരാളായി സംസാരിക്കാണ്ട്. അല്ല ഇതിപ്പോ അവര് നേരത്തെ ആളെ വിളിച്ചപ്പോഴായിരിക്കും വിളിക്കുക പറയാ ഒന്നും വേണ്ട. ഇപ്പൊ ഒരു ഇവളെ എടുത്തപ്പോ ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ പെങ്കൊച്ചല്ലേ, അത് എടുത്തിട്ട് എങ്ങനെ വിടുവല്ലേ? അടിപൊളി, അവനെ ഒന്ന് മാറ്റിക്കാന്ന്. ഇല്ല നമ്മൾ ആ ഒരു റെസ്പെക്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ പെൺകൊച്ചാ ഗ്യാങ് മെമ്പർ അത്ര. ഞാനും അത്രേ ഉള്ളൂ, ഞാനും അങ്ങനെ ഉള്ളൂ. പിന്നെ ഈ കക്കാശി വന്ന് പെട്ടെന്ന് പറഞ്ഞേ സന്ധ്യാസമയത്ത് നമ്മളെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല ടോക്സിക് ആണ് ഇത്. ഇടാന്ന് പറഞ്ഞു ആ പെണ്ണ് കോ ലീഡർ ആണ്, അപ്പൊ ഇടാന്ന് പറഞ്ഞു. ആണോ? എന്താ പറഞ്ഞ? സോറി KV എന്ന് പറഞ്ഞു ഇടാന്ന് പറഞ്ഞു. എന്നാ കുട്ടിയുടെ കോ ലീഡർ ആണ്, അപ്പൊ ഇടാന്ന് പറഞ്ഞു. ഇവനെ ലെക്സി മൊയ്തീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരി കേട്ടോ. ഹലോ ഹലോ എന്തൊക്കെയായിരുന്നു വേണ്ടത്? ലെഗസി എന്തൊക്കെയാ നിന്റെ പോയി? എടാ ടോണി 8 മെത്ത് 8 ജോയിന്റ് പിന്നെ 800 AR-ന്റെ ബുള്ളറ്റ് 8 എത്തല്ലേ? സീനെ കൊണ്ടുവിട്ടെ. സോറി KV എന്നിട്ടോ. എടാ അത് ഇവിടെ ഇടണോ അതോ മറ്റേ ഞാൻ മറ്റോ കത്തിച്ചോട്ടാ പോരെ? അവനില്ലല്ലോ കോലീഡർ അല്ലേ ഇവള്? അപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു. അല്ല ഇത് അപ്പം ആരെങ്കിലും കോലീഡറോ ലീഡറോ ഇടാൻ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ഞാൻ തന്നെ ഇട്ടോളാം പറഞ്ഞു. എടാ ഒരു സെക്കൻഡ് എടാ നീ കൊണ്ട് ആക്കി കൊടുക്ക.